ഓണാക്കിയോ? അപ്പോൾ ഹായ് ഗൈസ്, ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു ഇൻട്രാക്ഷൻ വീഡിയോ ഞാൻ ചെയ്യുന്നത്. അല്ലെങ്കിൽ ഹാമ്പർ ചെയ്യുന്നതിൻ്റെ ഒരു ഓൺ വോയിസ് വീഡിയോ അങ്ങനെയാണ് ചെയ്യാറുള്ളത്. എൻ്റെ വീഡിയോസ് കാണുന്നവർക്കറിയാം, വളരെ റീസെൻ്റ് ആയിട്ടാണ് ഞാൻ ഓൺ വോയിസ് വീഡിയോസ് ചെയ്യാൻ തുടങ്ങിയിട്ടുള്ളത്. ആദ്യമായിട്ട് ഓൺ വോയിസ് വീഡിയോ ചെയ്യണമെന്ന് പറഞ്ഞാൽ എൻ്റെ ഒരു റിലേറ്റീവ് എൻ്റെ കുറച്ച് പൈസ പറ്റിച്ചു. ദേ സ്റ്റോളൻ മൈ മണി. അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ടാണ് ഞാനൊരു വീഡിയോ ചെയ്തത്. അതും വളരെ കുറച്ച് പേരുടെ ഇടയിൽ മാത്രമാണ് അന്ന് ഞാനത് ചെയ്തിട്ടുണ്ടായിരുന്നത്. അത് കഴിഞ്ഞിട്ട് ഹാമ്പേഴ്സിന് ഓൺ വോയിസ് കൊടുക്കാൻ നമുക്ക് കുറച്ച് റീച്ച് കിട്ടി. അങ്ങനെയാണ് ഓൺ വോയിസിലെത്തുന്നത്. സോ ഇന്നിപ്പോൾ അവർ പറ്റിച്ചത് എങ്ങനെയാണ്, ആരാണ് പറ്റിച്ചത്, എന്താണ് അവർ ചെയ്തതെന്നൊന്നും ഇപ്പം ഞാൻ പറയുന്നില്ല. ബട്ട് ഡീറ്റെയിൽ ആയിട്ട് അതിൻ്റെ ഒരു വീഡിയോ വേറെ ഡെഫിനറ്റ്ലി ചെയ്യാം. അപ്പോൾ അതിന് മുന്നേ ഇപ്പം എനിക്ക് പറയാനുള്ളതെന്ന് വെച്ചാൽ ഈ റീസെൻ്റ് ആയിട്ട് എനിക്ക് കുറച്ച് മെസ്സേജസ് കൂടുതൽ വരുന്നുണ്ട്. അതൊക്കെ കാണുമ്പോൾ ഞാൻ വിചാരിക്കുമ്പോൾ ദിസ് ഇസ് അബൌട്ട് അവർ ഹാമ്പർ, അല്ലെങ്കിൽ നമ്മളെ ഹാമ്പറിന് ഓർഡർ തരാനോ അല്ലെങ്കിൽ ബൊക്കേസിന് ഓർഡർ തരാനോ എന്നൊക്കെ വിചാരിക്കും. പക്ഷെ അല്ല, ഡെഫിനറ്റ്ലി അത് അതിൻ്റെ ട്യൂട്ടോറിയൽ ചോദിച്ചിട്ടാകും, അല്ലെങ്കിൽ പ്രൈസ് ചോദിച്ചിട്ടായിരിക്കും. പിന്നെ അതിൻ്റെ ഇടയിലാണ് എൻ്റെ ശ്രദ്ധയിൽ പെട്ടത് കുറച്ച് ജോലി വീട്ടിലിരിക്കുന്ന കുറച്ച് സ്ത്രീകൾ എൻ്റെ അടുത്ത് മെസ്സേജ് പേഴ്സണലി ചോദിച്ചു, എങ്ങനെയാണ് ഇത് ചെയ്യുക, ഇതിന് പ്രോഫിറ്റ് ഉണ്ടോ, അങ്ങനെയൊക്കെ ചോദിച്ചിട്ട് എനിക്ക് മെസ്സേജ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഒന്ന് അവരുടെ ഒരു ഫിനാൻഷ്യൽ ഇൻഡിപെൻഡൻസിക്ക് വേണ്ടിയിട്ടാണ് ഇത് ചോദിക്കുന്നത് എന്നാണ് എപ്പോഴും പറയുന്നത്. അപ്പോൾ എനിക്ക് പറയാനുള്ളത്, ഞാൻ കോളേജ് കഴിഞ്ഞ അപ്പം തന്നെ ജോലിക്ക് കയറി. അപ്പോൾ കുറച്ച് എൻ്റെ കാര്യങ്ങളൊക്കെ ചിലതൊക്കെ ചെയ്യാനുള്ള ഒരു സെറ്റപ്പ് എനിക്ക് വന്നിട്ടുണ്ടായിരുന്നു. അതായത് അങ്ങനെയാണ് വാപ്പി എൻ്റെ പാരൻസ് എന്നെ മോൾഡ് ചെയ്തത്. അതായത് ഫുഡ് പോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആണ് ജോബ്. അങ്ങനെയാണ് നമ്മുടെ ലൈഫ് സ്റ്റൈലേ വന്നത്. അതുകൊണ്ട് നമുക്കത് അത്ര അറിഞ്ഞിരുന്നില്ല. ബട്ട് ഇങ്ങനെ സംസാരിക്കുമ്പോഴാണ് എനിക്കതിൽ കുറച്ച് ആ ഒരു ടോപ്പിക്ക് കുറച്ച് ഇതാണെന്ന് തോന്നിയത്. അപ്പോൾ ഹാമ്പറിൻ്റെ പ്രോഫിറ്റിനെ പറ്റിയിട്ടാണ് ഞാൻ സംസാരിക്കുന്നത്. നമ്മൾ ആദ്യമായിട്ട് പറയുകയാണെങ്കിൽ, നമ്മൾ ഫസ്റ്റ് തന്നെ ചെയ്യുമ്പോൾ നമുക്ക് കുറേ പ്രോഫിറ്റ് ഒരിക്കലും ഉണ്ടാവില്ല. ടക്ക് എന്ന് പറഞ്ഞിട്ട് ഒരിക്കലും നമുക്കൊരു മാർജിൻ കിട്ടുകയില്ല. നമ്മൾ ഗ്രാജുവലി ഗ്രോ ചെയ്യാൻ പറ്റും. വി ക്യാൻ ഗ്രാജുവലി ഗ്രോ. അതെന്ന് വെച്ചാൽ ഇതിലെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ പ്രോഫിറ്റ് മാർജിൻ ഡെഫിനറ്റ്ലി ഇപ്പോൾ ഒരു 1000 രൂപ തരികയാണെന്നുണ്ടെങ്കിൽ പലരും വിചാരിക്കുന്ന 1000 രൂപയും നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുന്ന അങ്ങനെയല്ല. നമ്മളിപ്പോൾ ഒരു കുറച്ച് സാധനങ്ങൾ വാങ്ങിക്കാൻ പോയി. അപ്പോൾ നമുക്കൊരു 200 രൂപ പെട്രോൾ ചിലവുണ്ടാവും. ആ 1000 രൂപയിലാണ് ആ 200 നമ്മൾ കാണേണ്ടത്. അപ്പോൾ അങ്ങനത്തെ കുറേ ഇഷ്യൂസൊക്കെ ഉണ്ട്. പിന്നെ നമ്മുടെ വർക്കിങ്ങിൻ്റെ പൈസ, നമ്മൾ ഉപയോഗിക്കുന്ന സാധനങ്ങൾ, നമ്മൾ ആദ്യം കുറച്ച് ഇതൊക്കെ നമ്മൾ കയ്യിൽ കരുതിയിട്ടാണ്, പിന്നെയാണ് ഇതൊക്കെ നമ്മളതിൽ സ്റ്റോക്കായി കഴിയുമ്പോഴാണ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുക, കുറച്ച് പ്രോഫിറ്റ്സ് ഒക്കെ വരാൻ തുടങ്ങുക. നമ്മൾ ഇതിൽ നിന്ന് നമ്മളെ ക്രിയേറ്റിവിറ്റീസ് ഒക്കെ വെച്ച്, അല്ലെങ്കിൽ നമ്മൾ ടൈം സ്പെൻഡ് ചെയ്യാൻ തയ്യാറായി നമ്മൾ അങ്ങനെയൊക്കെ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഒരു പരിധി വരെ വി ക്യാൻ ഏൺ ഫ്രം ദിസ്. ആൻഡ് ഹാമ്പർ സെറ്റ് ചെയ്യുമ്പോൾ കസ്റ്റമറിൻ്റെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് അവരുടെ പ്രിഫറൻസ് നോക്കിയിട്ട് ഒരു അറേഞ്ച്മെൻറ്റ് ഓർഡർ, ഒരു ബൊക്കെ ചെയ്യുമ്പോൾ അങ്ങനെയൊക്കെ നോക്കിക്കഴിഞ്ഞാൽ വി ക്യാൻ ഡെഫിനറ്റ്ലി ഏൺ മണി. ഒരു സ്ത്രീയെ സംബന്ധിച്ച് ജോലി ഈസ് ആൻ എസെൻഷ്യൽ തിങ്, വെരി എസെൻഷ്യൽ. അതല്ലാതെ എനിക്ക് ജോലി ഉണ്ടെങ്കിൽ അതുകൊണ്ട് അഹങ്കരിക്കാം എന്നുള്ളതല്ല. ജോലി എന്ന് പറയുന്നത് ഒരു നെസസിറ്റിയാണ്. ഒരാണായാലും ഒരു പെണ്ണായാലും ഫിനാൻഷ്യൽ ഇൻഡിപെൻഡൻസി എന്ന് പറയുന്നത് അതൊരു ആവശ്യ കാര്യമാണ്. അതല്ലാതെ ജോലി ഉള്ളത് ഒരു അഹങ്കാരമോ ആലങ്കാരികമായി കാണാൻ പറ്റുന്ന കാര്യമല്ല. അപ്പം എന്താ വെച്ചാൽ പൈസ ഏൺ ചെയ്യണത് നമ്മളെ ആവശ്യത്തിന് വേണ്ടിയിട്ടാണ്. അപ്പം എനിക്ക് പറയാൻ പറ്റിയ എൻ്റെ ഫീൽഡിനെ പറ്റി മാത്രമാണ്, അതുകൊണ്ടാണ് ഞാനത് പറഞ്ഞു തന്നിട്ടുള്ളത്. അപ്പോൾ ബൊക്ക ഉണ്ടാക്കുന്ന സമയങ്ങളിൽ അത് പർച്ചേസ് ചെയ്യുമ്പോൾ അങ്ങനെ നമ്മൾ ഇപ്പോൾ പോകുന്ന സമയത്ത് ഒറ്റയ്ക്ക് കുറച്ച് സാധനങ്ങൾ എടുത്ത് വെക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ആ ഒരു പൈസയൊക്കെ കുറച്ച് സേവ് ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ ട്യൂട്ടോറിയലൊക്കെ കുറേ കണ്ട് ഒറ്റയടിക്ക് നമ്മൾ അങ്ങ് ട്രൈ ചെയ്യരുത്. കുറേ വീഡിയോസൊക്കെ കണ്ട് നമുക്ക് ചെയ്യാൻ കോൺഫിഡൻറ്റ് ആവുമ്പോൾ ചെയ്യാൻ. അപ്പോൾ എന്ത് ചെയ്യും, മെറ്റീരിയൽസ് വേസ്റ്റ് ആവാതെ നമുക്ക് ചെയ്യാൻ പറ്റും. പിന്നെ മാക്സിമം മെറ്റീരിയൽസ് ഒക്കെ യൂട്ടിലൈസ് ചെയ്യുക. ഇതൊക്കെയാണ് കുറച്ച് നമുക്ക് പ്രോഫിറ്റ് ഇതിൽ നിന്ന് വരാനുള്ളത്. അപ്പോൾ ഡെഫിനറ്റ്ലി യു ക്യാൻ ഡു ദിസ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. അടുത്ത വീഡിയോ ആയിട്ട് പിന്നെ വരുന്നത്. ബൈ.